സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ പിന്തുണച്ച ഫെഫ്ക ബി ഉണ്ണികൃഷ്ണനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നും WCCയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ഭാരവാഹികൾ പറഞ്ഞു. WCC ഫെഫ്കയെ തകർക്കാൻ ശ്രമിക്കുന്നു. സാന്ദ്ര തോമസ് ഞങ്ങളുടെ സംഘടനയിലെ അംഗമല്ലെന്നും അവർ പരാതി പറയേണ്ടത് നിർമ്മാതാക്കളുടെ സംഘടനയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു നീക്കം നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ഉണ്ണികൃഷ്ണനെ മാത്രമല്ല, ഉണ്ണികൃഷ്ണനോട് ഫെഫ്ക എന്ന സംഘടനയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഈ ആരോപണം ഉന്നയിച്ച കേസ് കൊടുത്ത വ്യക്തി ഞങ്ങളുടെ സംഘടനയുടെ അംഗമല്ല. അവർക്കുണ്ടാകുന്ന പരാതികൾ അവർ നിർമ്മാതാക്കളുടെ സംഘടനയാണ് കൊടുക്കേണ്ടത്. പക്ഷേ അവർ അതിന് പകരം എല്ലാ ആരോപണങ്ങളും ഉണ്ണികൃഷ്ണന് മേലേക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ ബി ഉണ്ണികൃഷ്ണനെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്താക്കുക, ഈ സംഘടനയെ പൊളിക്കുക, ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇതിൻ്റെ പുറത്തുള്ള ലക്ഷ്യം അത് തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. WCCയിൽ അംഗം വർക്ക് ചെയ്യുന്ന സിനിമയിൽ നിന്ന് തന്നെയാണ് ആദ്യം ആരെ പുറത്താക്കിയിരിക്കുന്നത്, ഈ മേക്കപ്പ് ഹെയർ സ്റ്റൈൽസ് യൂണിയനിലെ മെമ്പർ പുറത്താക്കിയത്. എന്നിട്ട് അവർക്ക് യഥാർത്ഥ ജോലി നിഷേധിച്ചിരിക്കുന്നത് അവരാണ്. ലിഡിയ ജേക്കബ് വിശദാംശങ്ങൾ നൽകും. ലിഡിയ, സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ബി ഉണ്ണികൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകുകയാണോ ഫെഫ്ക? ഈ ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ WCC ആണ് എന്നാണോ ഫെഫ്ക ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നത്? ദിവ്യ, തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനിലെ കുറച്ച് അംഗങ്ങൾ ഈ അവരുടെ യൂണിയൻ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തിരുന്നു. ബി ഉണ്ണികൃഷ്ണനെതിരെ ഇത്തരത്തിൽ ഈ ആരോപണ വിധേയരായ ഹേമ കമ്മിറ്റിയിലടക്കം ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്നു, പോക്സോ കേസിലെ പ്രതിയെ അടക്കം സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് അവർ ഈ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തത്. ആ സമരം ഒത്തുതീർപ്പായതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ കൂടിയായിരുന്നു ഇന്നത്തെ മാധ്യമങ്ങളുമായിട്ടുള്ള ഇന്നത്തെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നത്. അതിലാണ് ഇത്തരത്തിൽ സാന്ദ്ര തോമസിനെതിരെയും അതുപോലെ തന്നെ WCCക്കെതിരെയും ഈ ഫെഫ്ക രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം സമരം ചെയ്ത ആളുകളുടെ സമരവും അവരുടെ ആവശ്യങ്ങളും ഒക്കെ കൃത്യമായി പരിഹരിക്കപ്പെട്ടു. അവരുടെ പരാതികളൊക്കെ കേട്ട് അത് കൃത്യമായി തന്നെ പരിഹരിക്കപ്പെട്ടു. മാത്രമല്ല അവർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിൽ അവർ ഒരു ബലിയാടുകൾ മാത്രമാണ്. അവർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിൽ WCC ആണ്. ഇത്തരത്തിൽ WCC ഈ ബി ഉണ്ണികൃഷ്ണനെതിരെയും ഫെഫ്കയ്ക്കെതിരെയും ഉണ്ണികൃഷ്ണനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ WCC ആണെന്നാണ് ഫെഫ്ക ഭാരവാഹികളുടെ ആരോപണം. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.